എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്ത എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി MPPTയുടെ ബോർഡ് അസംബ്ലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ബോർഡ് ക്യാബിനറ്റിൽ വെച്ച് അസംബിൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ MPPTയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ സാധാരണ നമ്മളൊരു വലിയ വില കൊടുത്തൊക്കെ തന്നെയാണ് എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി ഇൻ്റലിജൻറ്റ് MPPT വാങ്ങുന്നത്. നല്ലൊരു വില കൊടുക്കേണ്ടി വരും. അതായത് 3 ഘട്ടങ്ങളിലായിട്ടാണ് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന വെളിച്ചം വോൾട്ടായും ആംബിയറായും കൺവേർട്ട് ചെയ്ത് നമ്മളുടെ വീട്ടിലുള്ള ഇൻവെർട്ടറിൻ്റെ ബാറ്ററി വളരെ ഈസി ആയിട്ട് തന്നെ ചാർജ് ചെയ്യുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലൈവിലോട്ട് കടക്കുകയും, അതായത് ബാറ്ററിയുടെ സഹായത്തോടു കൂടി പകൽ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഏകദേശം A to Z ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാഴ്ചയാണ് ഈ MPPT വെക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള MPPT വാങ്ങുകയാണെങ്കിൽ നല്ലൊരു വില കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കിത് വളരെ നിസ്സാരമായിട്ടുള്ള ചെലവിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെ കാണുന്നതാണ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്ന MPPTയുടെ ക്യാബിനറ്റ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പവും ഒതുക്കവും ഉള്ള ക്യാബിനറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ് ഈ കാണുന്നത്. ഇവിടെ LCD ഡിസ്പ്ലേ വരുന്ന ഭാഗമാണിത്. ഇപ്പോൾ ഇവിടെ ഒരു ലോഗോ നെയിം ഉണ്ട്. പിന്നെ വരുന്ന 3 ഇൻഡിക്കേറ്ററുകളാണ്. സോളാർ ഓൺ, അതായത് സോളാർ പാനലിൽ എപ്പോഴും നമുക്ക് വൈദ്യുതി കിട്ടുന്നത് അപ്പോൾ ഓൺ ആവുന്ന ഒരു ലൈറ്റാണ് സോളാർ ഓൺ. അത് ഗ്രീൻ ലൈറ്റാണ്. അടുത്തത് ചാർജ് ഓൺ. ചാർജ് ഓൺ എപ്പോഴാണോ ആംബിയർ കിട്ടിത്തുടങ്ങുന്നത് അപ്പോഴാണ് ഈ മഞ്ഞ ലൈറ്റ് തെളിയുന്നത്. അടുത്തത് ഓട്ടോ സോളാർ. എപ്പോഴാണോ ലൈവിലോട്ട് പോകുന്നത്, അതായത് ബാറ്ററി ഫുള്ളായിട്ട് ലൈവിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോഴാണ് ഈ റെഡ് ലൈറ്റ് തെളിയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം നോക്കാം. ഇതിവിടെ ഒരു സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ഇതേപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഇപ്പോൾ ഇവിടെയാണ് LCD ഫിറ്റ് ചെയ്യാനുള്ള ഹോളുകളുള്ളത്. അപ്പോൾ ഈ ഹോളുകളിൽ ഏതെങ്കിലും LCD ഫിറ്റ് ചെയ്യുക. ഇൻഡിക്കേറ്റർ വരാനുള്ള ഹോളുകളാണ് ഇത് 3. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ അകവശം. ഔട്ട് സൈഡ് നല്ല ഒരു സ്കൈ ബ്ലൂ കളറാണ് അടിച്ചിരിക്കുന്നത്. ഉൾവശം ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല കട്ടിയുള്ള ഷീറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ള ഹോളുകളുണ്ട്. ഇനി ഹോളുകൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് മാറ്റി തുറക്കേണ്ടതാണ്. വേറെ ഇവിടെ ഒരു കവറിങ് ഷീറ്റ് വന്നത് ഈ MPPT വാളിൽ മൗണ്ട് ചെയ്യാനുള്ള ഹോളുണ്ട്. അതാണ് ഈ ഒരു കവറിങ് വന്നിരിക്കുന്നത്. ഇനി ഈ ഭാഗത്താണ് കൂളിംഗ് ഫാൻ വരുന്നത്. ഇവിടെ കാണുന്ന ഭാഗത്താണ് 2 സ്വിച്ചുകൾ പിടിപ്പിക്കുന്നത്. ഒരെണ്ണം പവർ ഓൺ സ്വിച്ചും ഒരെണ്ണം ഓട്ടോ സോളാർ ഓൺ. പവർ ഓൺ സ്വിച്ച് ഫിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോ സോളാർ സ്വിച്ച് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഇവിടെ കാലിബ്രേഷൻ സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഹോളാണിത്. ഇവിടെയാണ് നമ്മുടെ വലിയ കണക്ടർ, അതായത് 60 ആംപിയറിൻ്റെയും 30 ആംപിയറിൻ്റെയും കണക്ടർ വരുന്നത്. ഇവിടെയാണ് കൂളിംഗ് ഫാൻ വരുന്നത്. ഇത് ഗ്രില്ലൊക്കെ ഓൾറെഡി ഇതിലുള്ളത് കൊണ്ട് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇവിടെയാണ് കീ ഹോള്, അതായത് വാളിൽ മൗണ്ട് ചെയ്യാനുള്ള ഹോള്. ബാക്കിയുള്ള ഹോളൊക്കെ ബോർഡ് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ അസംബിൾ ചെയ്യാൻ പോകുന്നത് 24 വോൾട്ടിൻ്റെ 60 ആംപിയറിൻ്റെ MPPT ആണ്. അപ്പോൾ ആ MPPTയുടെ ഉള്ളിൽ വെക്കുന്ന ബോർഡാണിത്. അതിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണിത്. ഇനി ബാക്കി വരുന്ന ഐറ്റമാണിത്. ഇത് 3 ഇഞ്ചിൻ്റെ കൂളിംഗ് ഫാനാണ്. അപ്പോൾ ഇതേപോലെ 3 ഇഞ്ച് കൂളിംഗ് ഫാൻ. ഇത് കണക്ടറാണ്. ഇത് HT6 എന്ന് പറയും. 60 ആംപിയറിൻ്റെ 6 വേ 1 2 3 4 5 6. ഇത് 60 ആംപിയറിൻ്റെ. ഇതും HT30 ആണ്. ഇപ്പോൾ 30 ആംപിയറിനും 40 ആംപിയറിനും നമ്മൾ ഈ ഒരു കണക്ടറാണ് വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതിന് 2 സ്വിച്ചുകളാണ് വേണ്ടത്. 2 കണക്ഷനുള്ള 2 സ്വിച്ചുകളാണ് വേണ്ടത്. ഒരെണ്ണം പവർ ഓൺ, ഒരെണ്ണം ഓട്ടോ സോളാർ. അടുത്തതായിട്ട് വരുന്നത് ഇതാണ് കാലിബ്രേഷൻ ചെയ്യാനുള്ള സോക്കറ്റ്. അത് ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യാനുള്ള സോക്കറ്റാണ് ഇത്. ഇത് 2 കണക്ഷനേ ഉള്ളൂ. ഈ 2 കണക്ഷൻ ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതൊരു DC സോക്കറ്റ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന DC പിൻ ഉപയോഗിച്ചാണ് കാലിബ്രേഷൻ പോയിന്റ് സ്വിച്ച് ഉണ്ടാക്കേണ്ടത്. അതായത് കാലിബ്രേഷൻ സ്വിച്ചിൽ നിന്നും വരുന്ന 2 വയർ ഈ DC സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി വരുന്നതൊക്കെ ഇതിൻ്റെ സ്ക്രൂ, നെട്ടും ബോൾട്ട്, സ്പേസർ, വളരെ കുറച്ച് സാധനങ്ങൾ മതി നമുക്കിത് അസംബിൾ ചെയ്യുവാനായിട്ട്. ബാക്കി അതിൽ വയറിൻ്റെ ലീഡൊക്കെ ഓൾറെഡി അതിൽ ഇട്ട് വെച്ചേക്കണോണ്ട് വേറെ വയറിൻ്റെ ആവശ്യമില്ല. പവർ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള വയർ ആവശ്യമുണ്ട്. അതേപോലെ 2 പിൻ RMC വയർ ഓൾറെഡി നമുക്ക് അതിലുള്ളത് കൊണ്ട് വേറെ വയറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടി
ഞാനിവിടെ 4 സ്ക്രൂ ഇട്ട് ഫാൻ ഫിറ്റ് ചെയ്തു. ഇതിനു മുമ്പ് ചെയ്ത എല്ലാ ഇൻവെർട്ടറിൻ്റെ അസംബ്ലിങ്ങിലും നമ്മളിത് ഫിറ്റ് ചെയ്തേക്കണയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കയറി കണ്ടാൽ മതി. അതേപോലെ ഫ്രണ്ട് സൈഡിൽ HT6 60 ആംപിയറിൻ്റെ കണക്ടർ നമ്മൾ ഓൾറെഡി ഇവിടെ 2 സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ 2 സ്ഥലത്തുള്ള സ്ക്രൂ കാണാൻ പറ്റില്ല. അതായത് ഉൾ സൈഡിലുള്ള സ്ക്രൂ ഇതിൻ്റെ ഉള്ളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂ ഉള്ളിൽ പോയേക്കണോണ്ട് ഒരു കാരണവശാലും കണക്ട് ചെയ്യുന്ന ആൾക്കാർ മെയിൻ വയർ എന്തായാലും അഴിച്ചു വിടിയില്ല. ഇവിടെ കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയതുകൊണ്ടൊരു ഗുണമാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് 2 സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സോക്കറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഏത് വേണമെങ്കിലും കൊടുക്കാം, ഓട്ടോ സോളാറോ പവറോ അങ്ങനെ മാറി കൊടുത്താലും കുഴപ്പമില്ല. അതിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് കാലിബ്രേഷൻ പോയിന്റ് ആണിത്. ആ സോക്കറ്റ് കാലിബ്രേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി കാലിബ്രേഷൻ്റെ 2 വയർ ഞാൻ സോൾഡർ ചെയ്ത് 2 പിൻ RMC വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ബോർഡ് പിടിപ്പിക്കാനുള്ള ഫൗണ്ടേഷൻ ബോൾട്ട്, അതായത് 4 നീളമുള്ള ബോൾട്ട് പിടിപ്പിച്ചിട്ട് സ്പേസർ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ ഈ ബോർഡിൽ ഓൾറെഡി ചെയ്യുവാനായിട്ട്. ബാക്കിയൊക്കെ ഇനി നമുക്ക് വഴിയെ ചെയ്യാം. ഇനി നമുക്ക് ഈ പവർ ഓൺ സ്വിച്ച്, അതായത് ഈ സ്വിച്ചിലോട്ട് കൊടുക്കാനുള്ള വയറാണിത്. ഇത് ഞാനിവിടെ 2 വയർ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ അറ്റത്ത് 2 ടാഗ് ഇട്ടിട്ടുണ്ട്, അതായത് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാൻ. അതേപോലെ ഇവിടം വരെ എത്താനുള്ള നീളവും ലേശം കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ കണക്ടറിലോട്ട് കണക്ട് ചെയ്യാം. ഈ വയർ അങ്ങോട്ട് തിരിഞ്ഞു പോയാലും വിഷയമില്ല, ഏത് വയർ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോർഡ് എടുത്തിട്ട് ക്യാബിനിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ വയർ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ബോർഡ് ക്യാബിനിലെ സ്പേസർ ഇട്ടിട്ട് ഇതിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മെയിൻ വയർ കണക്ട് ചെയ്യണം. അതേപോലെ ഈ പവർ സ്വിച്ചിൻ്റെ വയർ കണക്ട് ചെയ്യണം. പവർ സ്വിച്ചിൻ്റെ വയർ നമുക്ക് ഇതിൽ വെറുതെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. അടുത്തത് ഈ കാലിബ്രേഷൻ്റെ വയറാണ്. കാലിബ്രേഷൻ്റെ വയർ ഓൾറെഡി ഇവിടെ ഈ കാലിബ്രേഷൻ പോയിന്റിൽ കൊടുത്താൽ മതി. ഇനി ഓൾറെഡി ഈ ഫാനിൻ്റെ വയറാണ് കൊടുക്കാനുള്ളത്. ഫാനിൻ്റെ വയർ ഇവിടെ നേരെ ഇങ്ങനെ കൊടുക്കാം. ഇനി കണക്ട് ചെയ്യാനുള്ളത് മെയിൻ വയറാണ്. മെയിൻ വയർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം കണക്ട് ചെയ്യാനുള്ളത്, സ്റ്റാർട്ട് ചെയ്യുന്നത് PV നെഗറ്റീവ്, അതായത് പാനലിൽ നിന്നും വരുന്ന നെഗറ്റീവ് വയർ. അടുത്തത് PV പോസിറ്റീവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്, പിന്നെ ഫേസ് ഇൻ, ഫേസ് ഔട്ട്. ആ റിലേയിൽ നിന്ന് തന്നെ വയറാണ്. നമുക്കത് ഓർഡർ പ്രകാരം തന്നെ കൊടുക്കാം. വയറുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും വയറുകൾ തിരിഞ്ഞു പോകരുത്. നന്നായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ഹെവി കണക്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അടുത്തത് പാനലിൻ്റെ പോസിറ്റീവ് വയറാണ്. അടുത്തത് ബാറ്ററി പോസിറ്റീവ് വയറാണ്. അടുത്തത് ബാറ്ററി നെഗറ്റീവ്. ഇനി നമുക്ക് റിലേയിൽ നിന്ന് വരുന്ന ഇൻ ഔട്ട് വയറാണ്. ഈ 2 പീസ് വയർ കൊണ്ടാണ് റിലേയിൽ ഫേസ് ഇൻ ഔട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് 4 സ്ക്വയർ mm വയറാണ്. ഫേസ് ഇന്ന് റിലേയുടെ കോമണിൽ കൊടുക്കുക, ഫേസ് ഔട്ട് റിലേയുടെ നോർമലി ക്ലോസ്ഡിൽ കൊടുക്കുക. ഇനി ഓട്ടോ സോളാറിന്റെ സ്വിച്ച് ആണ് കൊടുക്കാനുള്ളത്. സ്വിച്ച് ഓൾറെഡി നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2 പിൻ RMC വയർ ഇട്ടാണ് കൊടുക്കുന്നത്. RMC വയറിന്റെ അറ്റത്ത് ടാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാഗ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത ശേഷം ബോർഡിലോട്ട് 2 പിൻ RMC ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് LCD മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ LCD ഓൾറെഡി നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ 2 നെട്ടും ബോൾട്ടിട്ട് ഫിറ്റ് ചെയ്തു. അതിൻ്റെ ഉൾഭാഗത്ത് ഹോളുള്ള ഭാഗത്താണ് ഇൻഡിക്കേറ്ററുകൾ വരുന്ന രീതിയിൽ വേണം വെക്കുവാനായിട്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ക്യാബിനറ്റ് ക്ലോസ് ചെയ്യാം. ക്യാബിനറ്റിൻ്റെ സ്ക്രൂ ഇടാൻ മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. മുകൾ വശത്തെ ഫാൻ വന്നിട്ടുണ്ട്. ഇവിടെ കണക്ടറുകൾ വന്നിട്ടുണ്ട്, സ്വിച്ചുകൾ വന്നിട്ടുണ്ട്, സോക്കറ്റുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്കിത് ലൈൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ.
ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു MPPT A to Z അസംബിൾ ചെയ്ത ശേഷം ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിലാക്കി നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.